ഇപ്പം നമുക്ക് ഡിജിറ്റൽ എറയാണ്. അപ്പം സെക്ഷുവാലിറ്റി മൊത്തം മാറി. അപ്പോൾ പണ്ടത്തെ ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു ബൈനറി സിസ്റ്റം, നമ്മളിപ്പോൾ പുരുഷൻ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിരുന്ന സെക്സ് എന്നൊക്കെ, ഇപ്പം സംഭവം മൊത്തം മാറി, കംപ്ലീറ്റ്ലി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ആകെ 47 ഓറിയൻറ്റേഷൻ ഏകദേശം ഉള്ളത്. ഇപ്പോൾ സ്ത്രീക്ക് സ്ത്രീയുടെ കൂടെ ആവാം, പുരുഷന് പുരുഷൻ്റെ കൂടെ ആവാം, തിരിച്ചാവാം, അല്ലെങ്കിൽ ബൈസെക്ഷൽ ആവാം, ഒരാൾക്ക് രണ്ടാളുടെ കൂടെ ആവാം, അല്ലെങ്കിൽ പാൻസെക്ഷൽ ആവാം, പല ടൈപ്പ് ആൾക്ക്, അങ്ങനെ പല ഓറിയൻറ്റേഷനും ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ഇത് സർക്കംസ്റ്റൻസ് കൊണ്ട് ഉണ്ടാവുന്നതല്ല, പണ്ടും ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇതും എവല്യൂഷൻ്റെ ഒരു പാർട്ടാണോ? അതായത് മൃഗങ്ങളെടുത്താലും ഇതുണ്ട്. മൃഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എണ്ണേനെ മാത്രം ചൂസ് ചെയ്യുന്ന മൃഗങ്ങൾ വളരെ റെയറാണ്. അപ്പോൾ ഇതെടുത്താലും ഇതുണ്ട്. മൃഗങ്ങളിലും ഈ പറയുന്ന സെയിം സെക്സ് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിങ്ങനെ ഒരു വയറിങ് നമുക്ക് നേരത്തെ ഉള്ളതാണ്, പക്ഷെ അത് സപ്രസ്ഡ് ആയിരുന്നു. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിപ്പോയി. ഇതൊരു കൾച്ചറൽ സാധനമായിട്ട് മാറിപ്പോയി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആളുകൾക്ക് ഇതൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആണ്, എക്സ്ട്രീം പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആണ്. പ്ലഷർ മനുഷ്യന് ആവശ്യമാണ്. അപ്പം അവരുടെ സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് പ്ലഷറിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായി. അപ്പോൾ ആ ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനും ആ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇത്. ഇപ്പോൾ ഡിജിറ്റൽ എറയിൽ വേറൊരു സാധനം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ, ആണും പെണ്ണും അല്ല, ബാക്കിയുള്ള കണക്ഷൻസ് പോലും അതിപ്പോൾ കുറഞ്ഞു വരിക. അപ്പോൾ എന്താണ്ടാവണേന്ന് വെച്ചാൽ ഡിജിറ്റലിനോടായിട്ടുള്ളൊരു കണക്ഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കാണുമ്പോൾ ഡിജിറ്റലായി കണക്ഷൻ, ത്രൂ ഡിജിറ്റലായെന്ന് മാത്രമല്ല, ഡിജിറ്റൽ സെക്സിൻ്റെ കാലഘട്ടം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനിയും കൂടുതൽ ഡിജിറ്റലാവും. പിന്നെ ഓൾറെഡി ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലൊക്കെ ഈ മോണോഗാമി എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സോഷ്യൽ സ്ട്രക്ചർ, ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുമ്പോൾ ഒരു സോഷ്യൽ ഓർഡർ വേണമെങ്കിൽ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിന്നാലാണ് എളുപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്ന് കുട്ടീനെ വളർത്തുന്നതാണ് കുറച്ചും കൂടെ ഒപ്റ്റിമൽ. അല്ലാതെയും പറ്റും, ഇല്ലാന്നല്ല ഞാൻ പറയണത്, ജനറലൈസ് ചെയ്യുന്നതല്ല. അതിനാണ് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കുട്ടികളെ വളർത്താൻ വേണ്ടി രണ്ടുപേരും, ഒരാൾ ഏൺ ചെയ്യും, ഒരാൾ എഡ്യൂക്കേറ്റ് ചെയ്യും, മറ്റു കാര്യങ്ങൾ ചെയ്യണത്. ആ ഒരു സിസ്റ്റത്തിന് ഇപ്പോൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ പണ്ട് ഗ്രൂപ്പായിട്ടായിരുന്നു, പിന്നെ രണ്ടാളും കൂടെ ഒരു ന്യൂക്ലിയർ ഫാമിലി അങ്ങനെ വളർത്താൻ തുടങ്ങി. അപ്പം അതിന് ഈ പരമാവധി ഒരു പാർട്ട്ണറിൻ്റെ കൂടെ സെക്സ് ചെയ്ത് ജീവിക്കുന്നതാണ് എളുപ്പം ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബേബീസ് നമ്മൾ എവല്യൂഷൻ നടന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജനിക്കുമ്പോൾ വലിയ കേപ്പബിലിറ്റി ഇല്ലാതെ ജനിക്കുന്നത്. അവർ 10 വർഷം എടുക്കും ഒന്ന് മെച്ചുവറായി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, 1 വർഷം എടുക്കും നടക്കാൻ. മറ്റു മൃഗങ്ങളെ നോക്കി ജനിച്ചു വീണ ഉടനെ നടക്കൂലേ. അപ്പം നമ്മളൊക്കെ പ്രിമച്വർ എന്ന് വേണമെങ്കിൽ പറയാം, ഡെവലപ്ഡ് അല്ല. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഈ സിസ്റ്റം വന്നതിന് ശേഷമാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാകുന്നത്. ആക്ച്വലി അതെ, നമ്മൾ കണക്റ്റഡ്. അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നപ്പോഴാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായത്. ഒരു സ്ഥലത്ത് കൂട്ടായിട്ടൊന്ന് ജീവിച്ച് നമ്മളിപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായത്. കാരണം പണ്ട് മരണം നിരക്ക്, അതായത് ഒരു 33 years ഒക്കെ ആയിരുന്നു ആവറേജ് ഏജ് സ്റ്റോൺ ഏജിൽ. അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം വന്നു. അപ്പം ആ സെക്ഷുവാലിറ്റിയിൽ ഒരുപാട് ഡിഫറൻസ് വന്നതിന് കാരണങ്ങളുണ്ട്. അത് ശരി ഇത് തെറ്റാണെന്നൊന്നല്ല പറയണേ. ഇപ്പം ഒരു കപ്പിള് മോണോഗാമസ് ആയിട്ട് ഒരാളോട് ജീവിക്കണം നല്ലതാണ് ആക്ച്വലി, കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ. പക്ഷെ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും സെക്ഷുവാലിറ്റി മാച്ച് ആവണമെന്നില്ല. പലപ്പോഴും ഒരു പുരുഷനും സ്ത്രീയും വരുമ്പോൾ വ്യത്യസ്തമായ സെക്ഷുവാലിറ്റി ആണെങ്കിൽ അവർ ഒരുമിച്ച് പോകാൻ ഡിഫിക്കൽട്ടാണ്. കാരണം മനുഷ്യന്റെ ബേസിക് നീഡിൽ ഒന്ന് ഭക്ഷണം ഒന്ന് സെക്സാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പലപ്പോഴും ഇതിലൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ, ഒരു കപ്പിള് വരുമ്പോൾ ഒരാളുടെ സെക്ഷുവാലിറ്റി കുറവ് ഒരാളുടെ കൂടുതലാണെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരുമിച്ച് പോകാൻ. പിന്നെ അതിനകത്ത് ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികളില്ലാത്ത വന്ധ്യത, അങ്ങനെയുള്ള അവസ്ഥ വരും. ചിലവർക്ക് കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പം ചില കമ്മ്യൂണിറ്റി, ചില റിലീജിയനിൽ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ കല്യാണങ്ങൾ. ഇപ്പോൾ മുസ്ലിംസ് എടുത്താൽ 4 കല്യാണം കഴിക്കുക. അതെന്താ കാരണം? ഒരാൾക്ക് കുട്ടി ഉണ്ടാവില്ലെങ്കിൽ വേറൊരാൾക്ക് ഉണ്ടാവാം, ആ ഒരു ഇത്. അപ്പം ചില റിലീജിയനും കൾച്ചറിലും ഇതിൽ വേരിയേഷൻസ് വന്നത് ഇതുകൊണ്ടുമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണങ്ങൾ അധികം നിൽക്കുന്നില്ല. വെസ്റ്റേണിൽ ഒരു 60-70% ഡിവോഴ്സ് റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ഓൾറെഡി മോണോഗാമി എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ യങ് ജനറേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല.
ഞാൻ പഴയ ജനറേഷൻ ഞാൻ സമ്മതിച്ചു. നമ്മുടെ അടുത്ത ജനറേഷൻ ചെയ്യുന്ന കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. അതന്നെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കി നമ്മൾ ഓപ്പൺലി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതിനകത്തൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൽ ടോക്ക് പറയുന്നത്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ഡിജിറ്റൽ ചേഞ്ച് മനസ്സിലാക്കുക. ഈ കല്യാണം എന്ന് പറയുന്നത് നിർബന്ധിച്ച് കഴിപ്പിക്കാതിരിക്കുക. നമുക്ക് പേഷ്യൻസ് വരുന്നത് എല്ലാം നിർബന്ധിച്ച് കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. പിന്നെ ഇപ്പോൾ അത് നിൽക്കാൻ പോണില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് നിൽക്കും. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ഞങ്ങൾ പേഷ്യൻസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ ഹോർമോൺ ടെസ്റ്റോസ്ട്രോൺ, സ്ത്രീകളുടെ ഈസ്ട്രജനാണ്. പുരുഷന്മാർക്ക് ടെസ്റ്റോസ്ട്രോൺ കുറവും സ്ത്രീകൾക്ക് ടെസ്റ്റോസ്ട്രോൺ കൂടുതലും കാണുന്നു. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ കുറവും പുരുഷന്മാർക്ക് ഈസ്ട്രജൻ കൂടുതലും കാണുന്നു. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, ജനറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അയ്യോ, നമ്മൾ ആണും പെണ്ണും എന്നുള്ള ബൈനറി ഇതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ഇപ്പോഴത്തെ ഇതിൽ ഭയങ്കര ഫാസ്റ്റ് ചേഞ്ചാണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അത് സ്ത്രീകൾക്ക് വരുന്ന പ്രോബ്ലം, ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണ്, ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ ടോപ്പിക്കിനേക്കും ഇൻഡെപ്ത് പോയിട്ട് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം വരുന്ന എപ്പിസോഡ്സിൽ. അതെ. അപ്പോൾ ഈ സെക്ഷുവാലിറ്റിയും ഇൻഫെർട്ടിലിറ്റിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. കാരണം ഈ ഇനീഷ്യലി നമ്മൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആവാനാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്ത്രീക്ക് കുറവായിരിക്കാം, പുരുഷന്മാർ, അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അതിന്ന് വന്ധ്യത ഉണ്ടാവും. ഓ, പിന്നെ വന്ധ്യതയുള്ളവർ നമ്മൾ ഫോഴ്സിബിളി ഇത് ട്രൈ ചെയ്യുമ്പോഴും തിരിച്ച് സെക്ഷൽ പ്രോബ്ലം ഉണ്ടാവും. മനസ്സിലായില്ലേ? രണ്ട് രീതിയിലും ഉണ്ടാവാം. പിന്നെ അതിന് സെക്സ് എന്ന് പറയുന്നതിൽ വേറൊരു തലമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഇതൊരു പെനിട്രേഷൻ, ഇപ്പോൾ പെനിസ് വജാനയുടെ അകത്ത് പോകുന്നതാണ് സെക്സ് എന്നൊരു വിചാരമുണ്ട്. പക്ഷെ അതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. നോൺ പെനിട്രേറ്റീവ് സെക്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. നമുക്കതൊരു ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. ശരി.